വീട്ടിൽ പോയാൽ ചൊല്ലാൻ കഴിയില്ലേ? അദ്കാർ സബാഹി സുബൈന് പഠിത്തൽ ഇരുന്നില്ല. അദ്കാർ മസാ വീട്ടിൽ നിന്ന് എല്ലാം കഴിയില്ലേ? പള്ളിയിൽ നേരത്തെ വരും മഗ്‌രിബിന് മുമ്പ്. കാരണം അസർ നിസ്കരിച്ചിട്ട് മഗ്‌രിബിന് മുമ്പ് ചെല്ലേണ്ടതാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തർ സ്വന്തം ചിന്തിച്ചു നോക്കിയാൽ എനിക്ക് അദ്കാർ സബാഹ് പൂർത്തിയാക്കാൻ കഴിയാറുണ്ടോ? എനിക്ക് അദ്കാർ മസാഹ് പൂർത്തിയാക്കാൻ കഴിയാറുണ്ടോ? കിടക്കുന്ന സമയത്ത് ദിക്ർ എനിക്ക് പൂർത്തിയാക്കാൻ കഴിയാറുണ്ടോ? എപ്പോഴും ദിക്ർ മറന്നു പോകണല്ലോ. എണീക്കുമ്പോഴുള്ള ദിക്ർ മറന്നു പോവാ. ചില ആളുകളൊക്കെ പറഞ്ഞ ഒക്കെ ചൊല്ലിപ്പറഞ്ഞ് ശരിക്ക് കടന്നു നിന്നിട്ടും ദുസ്വപ്നം കണ്ടു. കാരണം എന്താ? ഇടയിൽ പലോട്ട് ഉണരും. ഇടയിൽ ഉണർന്ന ഈ പ്രൊട്ടക്ഷൻ പോയില്ലേ? ഉണർന്നാ പറയേണ്ട ദിക്ർ അപൂർവം ഉണ്ടാവില്ല. എല്ലാരും വിചാരിച്ചിട്ടുള്ള ഈ എണീക്കുമ്പോ പറയേണ്ട ദിക്ർ എന്ന് പറയുന്നത് എപ്പോ ഉറക്കണർന്നാലും പറയണം. ഫൈദസ്തൈഖളമിനന്നൗം ഹദീസിലുള്ളത് ഉറക്കുന്ന ഉണർന്നാ പറയണമെന്നാ. നമ്മളെന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? രാവിലെ കട്ടിലുമെന്ന് പൊന്തുമ്പോ മാത്രമേ പറയേണ്ടുള്ളൂ. ഉണർന്ന് കുറെ വർത്താനൊക്കെ പറഞ്ഞിട്ട് എണീക്കുമ്പോ മാത്രമേ പറയേണ്ടത്. അല്ല, ഉണർന്നാ പറയേണ്ട ദിക്ർ അത് എപ്പോ ഉണർന്നാലും പറയണം. അപ്പൊ വീണ്ടും നമ്മൾ ഉണർന്നാൽ വീണ്ടും ദിക്ർ പറയാൽ അപ്പൊ പ്രൊട്ടക്ഷൻ വീണ്ടും കിട്ടി. പക്ഷെ നമ്മൾ പറയില്ല. അപ്പൊ പിന്നെ സ്വപ്നം കാണും, പലതും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ നല്ലവണ്ണം മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മുടെ ദിക്റിൽ നിന്ന് തടയുക, ഖുർആനോത്ത് നിന്ന് തടയുക. അപ്പൊ എത്ര സമയം നമ്മൾ ഫോണുമ്മ ചെലവാക്കുന്നുണ്ട്. പക്ഷെ ഓതാൻ നമുക്ക് സമയം കിട്ടുന്നുണ്ടോ? ഓതാൻ സമയം കിട്ടുന്നില്ല ആളുകൾക്ക്. നീ എന്ന് എത്ര പേജ് ഓതി എന്ന് വെച്ചാൽ ഓതാൻ കഴിയുന്നില്ല ആളുകൾക്ക്. സമയമില്ല എന്നാ പറയുന്നത്. പക്ഷെ ഇതിങ്ങനെ മാന്തി മാന്തി മറ്റേ ജാഹിലിന് മറുപടി അയച്ച് ഈ ജാഹിലിന് ഷെയർ ചെയ്ത് എത്ര നേരം പോണ്. അതൊരു പ്രശ്നമല്ല ആളുകൾക്ക്. പക്ഷെ ഓതാൻ സമയമില്ല, ദിക്റിന് സമയമില്ല. ദിക്ർ പഠിപ്പിച്ചാലും പഠിയില്ല. ഞാൻ അടുത്ത റമദാനും പഠിക്കാറ്. എവിടെ പഠിക്കണ്? എഴുതി കീസിലിട്ട് കൊടുത്താൽ ഒന്ന് എടുത്തു നോക്കുവോ? ഈ രൂപത്തിൽ ദിക്റിൽ നിന്ന് മനുഷ്യനെ തെറ്റിക്കുക എന്നത് അത് പിശാചിന്റെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നമസ്കാരത്തിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ എല്ലാ പുണ്യകർമ്മങ്ങളിൽ നിന്നും നമ്മളെ തെറ്റിക്കുക എന്നത് പിശാചിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനമാണ്. അതുകൊണ്ട് പുണ്യകർമ്മങ്ങളിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുവാനും പുണ്യകർമ്മങ്ങളിൽ പ്രവേശിച്ചാൽ അതിനെ നശിപ്പിക്കുവാനും പിശാച് ശ്രമിക്കുമെന്ന നിതാന്ത ജാഗ്രത എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരിക്കണം. ഇന്ന് പൊതുവെ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ പിശാചിൽ നിന്ന് അത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിലിപ്പോ എന്താ ഉള്ളത്? ഞാനൊക്കെ എത്ര കാലം തൗഹീദിൽ വന്നിട്ട് ഇനിയിപ്പോ എന്ത് പിശാച്? ശൈത്താൻ എന്ന ആളുകൾ പേടിപ്പിക്കുക, ആളുകൾ നിർഭയരായി നിൽക്കട്ടെ. എന്ത് നിർഭയം? ഇത് നമുക്ക് നിർഭയാകാൻ പറ്റുമോ? ശൈത്താൻ വഴിവഴപ്പിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ജാഗ്രത, അതാണ് ഇവിടെ പേടി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വിളക്കെടുത്തിയ അവിടെ ശൈത്താണ്ടോ ഇവിടെ ശൈത്താണ്ടോ അതാർക്കും ഇല്ല. അതിനെപ്പറ്റിയല്ല ഇവിടെ പറയണത്. അതാർക്കും അങ്ങനത്തെ ഒരു പേടിയില്ല. ഇവിടെ നമ്മളെ വഴിതെറ്റിക്കുന്ന ശൈത്താനെ സംബന്ധിച്ച് അത് നമ്മൾ നല്ലവണ്ണം പേടിക്കുക തന്നെ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, യാ ബനി ആദം ലാ യഫ്തിനന്നകും ശൈത്താൻ. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തതാ. ആദമിന്റെ മക്കളെ, നിങ്ങളെ പിശാച് ഫിത്നയിൽ അകപ്പെടുത്താതിരിക്കട്ടെ. കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന, നിങ്ങൾ ആദ്യ മാതാപിതാക്കളെ, അതായത് ആദമിനെയും ഹവ്വയും അവൻ സ്വർഗ്ഗത്തിന് പുറത്താക്കിയതുപോലെ, യൻജി അൻഹുമാ ലിബാസുഹുമാ ലിയുരിയഹുമാ സൗആതിഹിമാ, അവിടെ രണ്ടുപേരുടെയും വസ്ത്രം അവൻ നീക്കിക്കളയുകയാണ്